ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 48 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും. 4 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ തീരുമാനത്തെ തുടർന്ന് വെള്ളിയാഴ്ച ഗാസ മുനമ്പിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പ്രാദേശിക സമയം 7 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം രാവിലെ 10:30, അതോടുകൂടി തന്നെ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ നിന്ന് ഇന്ന് ബോംബാക്രമണത്തിന്റെ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 13 പേരെ വൈകുന്നേരം 4 മണിയോടുകൂടി മോചിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന് പകരമായി ഇസ്രായേലിലെ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരിൽ ചിലരെയും വിട്ടയക്കും. എവിടെ വെച്ച് കൈമാറണം എന്നത് രഹസ്യമാണ്. വെടിനിർത്തൽ നടപ്പായി 4-ാം ദിവസത്തോടെ ബാക്കി ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ധാരണയുണ്ടാക്കാനാണ് രണ്ട് രാജ്യങ്ങളുടെയും ശ്രമം. വെടിനിർത്തലോടെ ദുരിതാശ്വാസ സഹായം എത്തിക്കുന്ന 200 ട്രക്കുകളും 4 ഇന്ധന ട്രക്കുകളും പ്രതിദിനം ഗാസയിലെത്തും. ഏതൊക്കെ ബന്ദികളെയാണ് വിട്ടയക്കുന്നത് എന്ന വിശദാംശം കൈമാറാൻ താമസമുണ്ടായത് മൂലമാണ് വെടിനിർത്തൽ നടപ്പാക്കാൻ അവസാന നിമിഷം തടസ്സമായത് എന്നും റിപ്പോർട്ടുകൾ വരുന്നു. റെഡ് ക്രോസിന് ഗാസയിൽ പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും വെടിനിർത്തൽ വൈകിക്കാൻ കാരണമായി. ഈ 1.5 മാസത്തെ കാലത്തിനിടയിൽ 15,000-ഓളം മനുഷ്യരുടെ ജീവനുകളാണ് എടുത്തത്. യുദ്ധം തൽക്കാലം അവസാനിപ്പിച്ച് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന് കേൾക്കുന്നത് തന്നെ വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ 4 ദിവസത്തെ വെടിനിർത്തൽ ഇന്നലെ പ്രാബല്യത്തിലാകുമെന്ന പ്രതീക്ഷ അട്ടിമറിച്ച് അനിശ്ചിതത്വം തുടർന്നെങ്കിലും യുദ്ധവിരാമം ഇന്നുണ്ടാകും എന്ന് ചർച്ചകളിൽ മുഖ്യ പങ്കുവഹിച്ച ഖത്തറിന്റെ പ്രഖ്യാപനമെത്തിയതോടുകൂടി ലോകം ആശ്വാസത്തിൽ തന്നെയാണ്. രാവിലെ 10:30 മുതൽ വെടിനിർത്തൽ ഉണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയവരിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുന്നവരിൽ 13 പേരെയാണ് വൈകുന്നേരം 4 മണിയോടുകൂടി മോചിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിന് പകരമായി ഇസ്രായേലിലെ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരിൽ ചിലരെയും വിട്ടയക്കുമെന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. എവിടെ വച്ചിട്ടാണ് കൈമാറുന്നത് എന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യമാണ്. ഒരുപക്ഷെ റെഡ് ക്രോസിന് അറിയാമായിരിക്കാം. വെടിനിർത്തൽ നടപ്പായി 4-ാം ദിവസത്തോടെ ബാക്കിയുള്ള ബന്ദികളുടെ മോചനത്തെ സംബന്ധിച്ചും വെടിനിർത്തൽ നീട്ടുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ചയുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ പ്രത്യാശയുടെ നുറുങ്ങുവെട്ടം എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ദോഹയിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം തന്നെ. വെടിനിർത്തലിനും ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിനും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റത്തിനും ഇന്നു മാത്രമേ തീരുമാനമാകുകയുള്ളൂ എന്ന് ഇസ്രായേലും US-ഉം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. വെടിനിർത്തലോടെ ദുരിതാശ്വാസ സഹായം എത്തിക്കുന്ന ട്രക്കുകളും ഇന്ധന ട്രക്കുകളും ഒക്കെ ഗാസയിൽ എത്തുന്നു എന്നതും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇതിനിടയിൽ ഗാസ സിറ്റിയിൽ അൽഷിഫ ആശുപത്രി ഹമാസ് താവളമായി പ്രവർത്തിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു എന്ന് പറഞ്ഞ ഇസ്രായേൽ സൈന്യം ആശുപത്രി ഡയറക്ടറായ മുഹമ്മദ് അബു സാൽമിയെയും ഏതാനും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു. ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റിക്ക് കൈമാറിയ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ആശുപത്രികളും സ്കൂളുകളും മോസ്കുകളും ഒക്കെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരാക്രമണ പദ്ധതികളും നടക്കുകയും വലിയ വലിയ ആയുധ ശേഖരങ്ങളായി സ്കൂളുകളും മോസ്കുകളും നഴ്സറി സ്കൂളുകളും ഒക്കെ മാറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും റെയ്ഡുകളും വേണമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഗാസ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി മാറിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ സമിതി അധ്യക്ഷ കാതറിൻ റസൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പ്രസ്താവിച്ചതായി യൂണിസെഫിന്റെ പത്രക്കുറിപ്പ് വന്നു. കഴിഞ്ഞ 46 ദിവസങ്ങളിൽ 5300 പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് ഒരു ദിവസം ഏതാണ്ട് 115 കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. ഗാസയിൽ മരണമടഞ്ഞവരിൽ 40% കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് ലോകത്തിലേക്കും ഏറ്റവും അപകടകരമായ സ്ഥലമായി ഗാസ മാറി. ഗാസയെ ഹമാസ് മാറ്റി. ഏതാണ്ട് 1200 കുട്ടികളെങ്കിലും തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ടതായി തങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിച്ചതായും യൂണിസെഫ് അധ്യക്ഷ പ്രസ്താവിച്ചു. ഗാസ പ്രദേശത്ത് ഇത്രയും നാളുകളിൽ ഉണ്ടായ എല്ലാ സംഘർഷങ്ങളിലും മരിച്ചതിലധികവും കുട്ടികൾ. കഴിഞ്ഞ 46 ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടതും കുട്ടികൾ തന്നെ. ഇത്രയധികം യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ടത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലാണെന്നും അധ്യക്ഷ
2005 മുതൽ 2022 വരെയുള്ള 17 വർഷങ്ങളിൽ ഏതാണ്ട് 1653 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 മുതൽ കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേലിൽ നിന്നുള്ള 35 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 30-ലധികം കുട്ടികൾ ഇപ്പോഴും ബന്ദികളായി തുടരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് 4.5 ലക്ഷം കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമായിട്ടുണ്ട്. ഇവിടെ മാത്രം കഴിഞ്ഞ 6 ആഴ്ചകളിൽ 56 പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസ പ്രദേശത്ത് ഏതാണ്ട് 1.25 കോടിയോളം ആളുകൾ കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരിൽ പകുതിയും കുട്ടികളാണെന്നും യൂണിസെഫ് വ്യക്തമാക്കി. ഗാസ പ്രദേശത്ത് സുരക്ഷിതമായ ഇടങ്ങളില്ല എന്ന് ഓർമ്മിപ്പിച്ച യൂണിസെഫ് കൂടുതൽ സാധാരണ ജനങ്ങള് കൊല്ലപ്പെടാതിരിക്കുന്നതിന് വേണ്ടുന്ന സുരക്ഷിത കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര മാനവിക നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും യൂണിസെഫ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സുസ്ഥിരമായ സമാധാനത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നും സംഘർഷങ്ങളിലായിരിക്കുന്ന ഇരു കൂട്ടരോടും യൂണിസെഫ് ആഹ്വാനം ചെയ്തു. കുട്ടികൾ നേരിടുന്ന ഇപ്പോഴത്തെ ദുരന്തത്തിന് അറുതി വരുത്താൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളോട് യൂണിസെഫ് അഭ്യർത്ഥിച്ചു. സ്വന്തം ജനതയുടെ സുരക്ഷ എന്താണ് എന്ന് നോക്കാൻ അവരെ സംരക്ഷണ വലയത്തിൽ അകപ്പെടുത്താൻ വേണ്ടി നിർബന്ധിതരാക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് സർക്കാർ അവരെ വേട്ടയാടുകയായിരുന്നു. അവരെ കൊലക്കളത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അവരെ സുരക്ഷാ കവചങ്ങളായി ഉപയോഗിക്കുകയായിരുന്നു. എന്നിട്ട് ശീതീകരിച്ച റൂമുകളിൽ നിന്ന് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ അവർ ടൂറുകളിലായിരുന്നു. ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് ആശുപത്രികളുടെയും മോസ്കുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ അഭയാർത്ഥി കേന്ദ്രങ്ങളുടെയും ഒക്കെ അടിയിൽ വലിയ അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാക്കി, ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി, അതിനകത്ത് ആയുധങ്ങൾ ഒളിപ്പിച്ചു, അതിനകത്ത് ഭീകരരെ ഒളിപ്പിച്ചു. അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ സ്കൂളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയുള്ള സാധാരണ ജനങ്ങളും കുട്ടികളുമാണ് അപകടത്തിലാകുന്നത്. അപ്പോഴും ഇവർക്ക് ഇരവാദം പറയാം. കുട്ടികളെ ആക്രമിച്ചു, സ്കൂളിനെ ആക്രമിച്ചു. പക്ഷേ ഇപ്പോഴിതാ യാഥാർത്ഥ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അൽ-ഷിഫ ആശുപത്രി തന്നെയാണ് ഇസ്രായേൽ തെളിവായി ഉദ്ധരിക്കുന്നത്. അൽ-ഷിഫ ആശുപത്രിക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഭീകരാക്രമണത്തിന്റെയും ആയുധ ശേഖരത്തിന്റെയും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെയും ഒക്കെ ചിത്രങ്ങളും വിഷ്വലുകളും ഇസ്രായേൽ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ ഇരവാദം ഉന്നയിക്കുമ്പോഴും തങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ യുദ്ധത്തിന്റെ എല്ലാം ഉത്തരവാദികൾ ഹമാസ് തന്നെയാണ്. ഹമാസിനെ ആരൊക്കെ വെള്ളപൂശി അവരെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ശരി, ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം, ഈ പൊലിഞ്ഞു പോയ 15,000-ഓളം ജീവനുകളുടെ ഉത്തരവാദിത്വം ഹമാസിന് തന്നെയാണ്. ആശുപത്രികളും ആതുരാലയങ്ങളും കേന്ദ്രീകരിച്ച് ഭീകര താവളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരൊരിക്കലും ചിന്തിച്ചില്ല ഇത് നമുക്ക് തന്നെ വിനയായി വരുമെന്ന്. ഷിഫ ആശുപത്രിയുടെ കീഴിലുള്ള ഹമാസിന്റെ തുരങ്ക ശൃംഖലയുടെ കൂടുതൽ ഭാഗങ്ങൾ IDF തുറന്നു കാട്ടുന്ന വീഡിയോ പുറത്ത്. കൂടുതൽ പ്രവേശന കവാടങ്ങളുടെയും ഭൂഗർഭ ഒളിത്താവളങ്ങളുടെയും വീഡിയോകൾ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഷിഫയിലെ ഗത്താരി ബിൽഡിംഗിന് താഴെയാണ് തുരങ്കം പോകുന്നതെന്ന് IDF പറയുന്നു. IDF പറയുന്നതനുസരിച്ച് അതിൽ യുദ്ധമുറികളും ഒളിത്താവളങ്ങളും ഉൾപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച ഷിഫയിൽ കണ്ടെത്തിയ തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 55 മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെ പോയ ശേഷം ഒരു സ്ഫോടന വാതിലിലാണ് അവസാനിച്ചത്. ഈ വാതിൽ തകർത്തതോടെ എയർ കണ്ടീഷൻ ചെയ്ത മുറി, ഒളിത്താവളം, ടോയ്ലറ്റുകൾ, ലിഫ്റ്റുകൾ, അടുക്കള എന്നിവ കണ്ടെത്തിയതായി IDF വീഡിയോയിൽ കാണിക്കുന്നു. സ്ഫോടന തരംഗങ്ങൾ, ശകലങ്ങൾ, വിഷവാതകങ്ങളുടെ പ്രവേശനം എന്നിവയിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങളാണ് തുരങ്കത്തിലെ മുറികളിൽ ഉള്ളത്. ടണലിനുൾഭാഗം മാധ്യമപ്രവർത്തകരും കണ്ടുബോധിച്ചു. In the Shifa hospital compound, we're underneath the ground. We are approximately between the Qatarian building is above us, and this is the way to the street. Meaning this is a way that goes outside from the hospital. We are talking about a tunnel which is more than this, only this specific area is more than 300 meters of a tunnel. So this area goes directly outside of the hospital, approximately to one of the areas outside, maybe a mosque, maybe an apartment, and it's blocked. It's blocked and sealed. They knew that we were going to come here more than a month ago, and they sealed it, and now we're going to see the infrastructure of the tunnel. This tunnel is a complex tunnel. It's not the ones that we know. It's more convenient for long living, like you have toilets and you have rooms that were built in order to contain people. But this room is an operational room that had communication with electricity provided from the sources of the hospital, meaning the hospital is providing electricity. This room was evacuated, all the gear was evacuated. I guess it was evacuated when they knew or understand that we're going to enter into Shifa Hospital. You can see how long it is. The warriors in front of us are going inside the tunnel. You can see a small kitchen.
So it will provide them food, water, etc. All these facilities of water and food are coming from the hospital, meaning they're using the hospital infrastructures. They're using the hospital infrastructures in order to provide this terror mechanism to stay alive and survive. I want to show you more rooms. More rooms. This is a room where you can sleep, eat, make command control. It also has an air conditioning. This air conditioning goes above the hospital. One of the reasons that allows us to understand this complex is that we found the engine of the air conditioner, of course, outside, next to the Qatari compound, inside the hospital, electricity, full electricity. The gear that was inside here was evacuated before we entered, but look at the ceiling. This is not just a regular tunnel. This is a high facility compound. Also, more toilets here. Of course, they try to seal it. They try to seal it also with the sand and other components that we will not be able to enter here. We evacuated the sand. We open up those entrance so we can go in, but they're trying to ruin this tunnel in order for us not to be able to enter. You can see the stairs here going down. Electricity from all over the sides, electricity. All this electricity compound, all this electricity gear, of course, comes out from the hospital. The hospital provides, in that sense, electricity to this terror mechanism of the tunnel. This is a unique signature of the arches. The arches are a unique technique by Hamas, building the tunnels. It's something that was designed in the last 15 years. This unique, every area that we see arches are, we understand that it assembles, that it has a tunnel next to it. This is how we revealed some of the tunnels, so it's a unique structure of Hamas tunnels in the last 15 years. 10-15-17 വർഷങ്ങളെടുത്ത് ആശുപത്രികൾക്ക് താഴെ വലിയ വലിയ തുരങ്കങ്ങളും ടണലുകളും ശീതീകരിച്ച സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് പതിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒടുവിൽ ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയതാണ് എന്ന ഒരു കള്ളക്കഥയും ഇവർ അടിച്ചിറക്കി. നടക്കട്ടെ, മറ്റുള്ള രാജ്യങ്ങളോട് കൈനീട്ടി അവർ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. The warriors, it took time to make sure that this area is not booby-trapped. We were worried that it was booby-trapped. Cleaning this area, opening so we can go inside, was a huge task for the forces of the special units that were here. Where the warrior is standing here, it goes directly to the street. Meaning it, again, goes out from the hospital to the north side of the hospital, where we found another tunnel which has an elevator, like the Rantisi tunnel, and it goes out and goes out. So it's all a tunnel systems that ends in the hospital. It's a mechanism of a tunnel system that ends in the hospital. Now we're going to turn left and go out again in the hospital, just to see the size of the tunnel. This is the blast door, the one that we opened, where we have seen in the movie that we reached to the blast door. We took us time to open it. We were making sure it's not booby-trapped. These blast doors allows them to prevent blasts by our Air Force, meaning it can
maintain the preservation of parts of the tunnel to be protected, and also it's part of fighting. So if an enemy reaches to the door, you can fight him through the door. So it's a really sophisticated mechanism in that sense, designed to fight. And all this mechanism above us is a hospital. Above us, patient, wounded, doctors, all being a human shield for this tunnel system here at Shifa Hospital. The electricity you see is the electricity that provides 400-500 കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള ടണലുകൾ നിർമ്മിക്കുകയായിരുന്നു ഇതുവരേക്കും ഇസ്രായേൽ ചെയ്തത്. എന്നിട്ട് അതിനകത്തിരുന്ന് തുരങ്കങ്ങളിലകത്തൂടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേലിന്റെ സ്കാനർ വെച്ച് നോക്കുമ്പോൾ ഇത് തെളിയുന്നത് ഹോസ്പിറ്റൽ. പിന്നീട് ഹോസ്പിറ്റലിലെ രോഗികളെ കൊല്ലുന്നേ, സ്ത്രീകളെയും കുട്ടികളെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നേ എന്ന് ഇരവാദവുമായി വരുന്ന ആളുകൾക്ക് മൊസാദിന്റെ തല വെറുതെ ഇരിക്കില്ല. കൃത്യമായി വിഷ്വൽ അടക്കം എടുത്തിട്ട് കൊടുക്കും. വേണ്ടവർക്ക് വിശ്വസിക്കാം. എന്നിട്ടും ഹമാസിനെ പോരാളികളാക്കണോ? ആക്കിക്കോ. നന്ദി.